ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ക്രിസ്മസ് രാത്രി ഒന്ന് കറങ്ങാൻ ഇപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. മെഗാ പുൽക്കൂട് കൊടുങ്ങയിലുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലാണ് ഈ മെഗാ പുൽക്കൂട് കാണുന്നത്. അപ്പം നമ്മുടെ പണ്ട് പറമ്പിക്കുളം വെള്ളിക്കുളങ്ങര വഴി ഓടിയിരുന്ന ട്രാംവേ ട്രെയിനിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഈ പുൽക്കൂടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് 20 രൂപയ്ക്കൊരു സമ്മാന കൂപ്പൺ ഈ ചർച്ചയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് വേണം നമ്മൾ കയറണമെങ്കിൽ. അപ്പോൾ സമ്മാന കൂപ്പൺ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അത് കളയാതിരിക്കാൻ വേണ്ടിയാണ്, കളയാത് സമ്മാനം അടിക്കുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് ചിലവുള്ളൊരു പരിപാടി ആരായിരിക്കും അവർ 20 രൂപയുടെ സമ്മാന കൂപ്പൺ വെച്ചിട്ട് ഇതിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു രൂപങ്ങൾ കാണാം നമുക്ക് തന്നെ. അപ്പം മെഗാ പുൽക്കൂടിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ലൊരു മനോഹരമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ബോട്ട്, വെള്ളച്ചാട്ടം, 2 പാലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പാലം കടന്നിട്ടൊക്കെ വേണം നമുക്കവിടെ പോകണമെങ്കിൽ. അപ്പോൾ നമുക്ക് പോകാനായിട്ട് ഇത് ചെറിയ വഴികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നല്ല ചെറിയ നേരിയ ലൈറ്റുള്ളൂ സമയത്ത് ഇവിടെ. അപ്പോൾ തന്നെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പുൽക്കൂടിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ നല്ലൊരു ഗംഭീരമായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ. നമുക്ക് നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രൂപത്തിലേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആൾക്കാരും ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ആ രൂപങ്ങളും ആൾക്കാരും അങ്ങോട്ട് മാറി പോട്ട് പെട്ടെന്ന് വെച്ചാൽ ആ നേരിയ വെട്ടത്തിൽ നമ്മൾ കടന്നു പോകണം തന്നെ. അത് നമ്മൾ പാലം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് പാലം കടന്നു പോരുമ്പോഴേക്കും ഇവിടെ കണ്ട ഓരോ രൂപങ്ങളുണ്ട്. അപ്പോൾ ഇത് കുറേ കച്ചവടത്തിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ട് പച്ചക്കറി, പിന്നെ അതുപോലെ തന്നെ ഒരു മരപ്പണിക്കാരൻ്റെ ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വല്ല കഥകളുണ്ടോയെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും സംഭവം എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കടന്നു വന്ന പാലം കണ്ടോ, ആ പാലത്തോടെ കടന്നു വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോണ വഴികൾ കണ്ടോ, വഴികളിലൊക്കെ 2 സൈഡിൽ നല്ല നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരു രൂപം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിക്കും നമുക്ക് ചെറിയ വീടുകൾ പോലെയാണ് ഇത്. പണ്ടത്തെ ഒരു വീടുകൾ പോലെയാണ് ഇതൊക്കെ പണിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഒരുപാട് പൈസ മുടക്കിയിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ എൻട്രി ഫീസ് പോലെ ഒരു സമ്മാന കൂപ്പണൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ എല്ലാവരും വന്ന് കാണാം. അപ്പോൾ ഇവിടെ നല്ലൊരു പാലം, ഒരു ആർച്ച് പാലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്കിത് അവിടെ നല്ലൊരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ചാടുന്നത് കാണാം. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ വെള്ളം ഒഴുകണ ആ പുഴയിൽ നമുക്ക് ഇത് മീനെ കാണാൻ പറ്റും. ഉണ്ടോ, അവിടെ മീനുകളൊക്കെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അതെ, രീതിയിൽ മീനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒഴുകി പോണ പുഴയിലാണ് നമ്മൾ നേരത്തെ കണ്ട ഇവിടെ കുറേയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രൂപമൊക്കെ ചെറിയ രൂപങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് കണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകണം നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു രൂപം വെച്ചിട്ടുണ്ട്. നമ്മൾ കിടന്നു പോണ വഴിയിൽ തന്നെ. അങ്ങനെ നമ്മളിത് ഇതിൻ്റെ പുറത്തേക്ക് കിടന്നിട്ടോ. പുറത്തേക്ക് കടന്നു വരുമ്പോഴേക്ക് ഒരു വലിയൊരു വിമാനം കണ്ടോ. ഈ വിമാനത്തിൻ്റെ ഭാഗം നമ്മൾ പുറത്ത് റോട്ടിൽ കണ്ടുവന്നിട്ട് അതിൻ്റെ മുകൾ വശം മാത്രം നമുക്കെന്തായാലും അറിയാവുന്ന വിമാനമുള്ളത് കേസ്. നമ്മളെന്തായാലും അതിൻ്റെ സൈഡിലുള്ള ലൈറ്റ് കണ്ടിട്ടുണ്ടോ, പച്ച ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് വിമാനത്തിൻ്റെ മറ്റേ ചിറകിലായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആഗ്രഹം ശരിക്കും വലിയ വിമാനം വന്ന് കിടക്കാൻ തോന്നിട്ട്. അപ്പോൾ അതിലൂടെ വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ കയറുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ആ വിമാനത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അത് നമ്മുടെ ട്രെയിനിൻ്റെ പണ്ട് നമ്മുടെ വെള്ളിക്കുളങ്ങര പറമ്പിക്കുളങ്ങര റൂട്ടിലൂടെ ഓടിയിരുന്ന ട്രാമ്പിയാണ്. നമുക്ക് മരമൊക്കെ കൊണ്ടുപോകാനായിട്ട്, മരങ്ങളും അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചത് ട്രാമ്പ് ട്രെയിനാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിമാനത്തിലേക്ക് കയറാട്ടോ. വിമാനത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ചെറിയ കയറി പോകുന്നു. അതൊക്കെ ടയറുകളുണ്ട്. വിമാനത്തിൻ്റെ ടയറുകളൊക്കെ ശരിക്കും നല്ലൊരു ഭംഗിയുണ്ട്. നമുക്ക് സാധാ വലിയ കാറിൻ്റെ ടയറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളൊരു വിമാനത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. ഉള്ളിൽ കയറിയപ്പോൾ കുറച്ച് അവിടെ നടക്കാനുണ്ട്. ഫ്രണ്ടിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് കുറച്ച് തിരക്കുള്ള സമയമായിരുന്നു. അപ്പോൾ ആദം ഹൗവ കേട്ടോ അവിടെ വിമാനത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇത് മാത്രമേ നമ്മുടെ ഈ വിമാനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ അതിൻ്റെ സൈഡിലൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് കിടക്കാനുള്ള വാതിലും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പുറത്തേക്ക് കടന്നു പോന്നു. പോന്നു കഴിഞ്ഞത് ചുറ്റും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇന്ത്യ ഗേറ്റ് കാണാം കേട്ടോ. അതേണ്ട ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മനോഹരമായ വെട്ടത്തിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗേറ്റും കിടന്ന് നമ്മളിത് നേരെ പുറത്തേക്ക് കിടക്കണം.
അങ്ങനെ നമ്മൾ പുറത്തേക്ക് കിടക്കുമ്പോഴും ഇവിടെയും ചില സ്ഥലങ്ങളിലായിട്ട് ചെറിയ ചെറിയ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഫുള്ള് പള്ളിയുടെ കോമ്പൗണ്ട് മൊത്തം ഈ പുൽക്കൂടിൻ്റെ ഭാഗങ്ങളായിരിക്കണം. അപ്പോൾ ഇവിടെയും ഒരു രൂപം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയൊരു നേരിയ വെട്ടത്തിൽ നമ്മൾ കാണണം. അപ്പോൾ അതന്നെ നല്ല ഭംഗിയായിട്ട്. അപ്പോൾ ഇവിടെ ക്രിസ്മസ് പാപ്പ വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ല മൂടിൽ നല്ല തുള്ളി കളിക്കുന്നുണ്ട്. വരണവരൊക്കെ കാണുമ്പോൾ നല്ല തുള്ളി കളിക്കേണ്ട പാട്. അത് ഇവിടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറക്കാം. അപ്പോൾ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുടിലുകളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ പള്ളി കോമ്പൗണ്ട് മൊത്തം പുൽക്കുടകളുടെ ഒരു വർണ്ണവിസ്മയം തന്നെയാണ് കാഴ്ച വെച്ച് വന്നിട്ട് കാണാനായിട്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് കടന്നപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ചെറിയ ചെറിയ കുടിലുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓരോ രൂപങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഒരു ചെറിയ സമ്മാനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും നല്ല ഫോട്ടോ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ ഉണ്ണിയേശു ഇതിനൊക്കെ എടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് എല്ലാവരും ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ആംബിയൻസാണ്. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പണ്ടത്തൊരു ചെറിയൊരു ഫീൽ തോന്നി. പണ്ട് ഉള്ള കാലത്തെ പോലെ കുടിലുകളാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ പുൽക്കൂടിൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോ എടുക്കാൻ ഒരു പ്രത്യേക ഒരു ആംബിയൻസുള്ള സ്ഥലം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ പിള്ളേരും വലിയവരൊക്കെ ഫോട്ടോ സെക്ഷനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രീ കണ്ടോ. അപ്പോൾ അതിൻ്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പുണ്ട് കേട്ടോ. അവിടെ ആ ട്രീനുമുള്ള കൂപ്പൺ എടുത്ത് സമ്മാനം ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഗെയിം കോർണറുണ്ട്. ബോർഡ് റിംഗുള്ള ഗെയിമൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വന്നവർക്ക് ഇതിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കാണാൻ വന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ വരുമ്പോൾ നമുക്കൊരു ചെറിയ എന്തായാലും അത്യാവശ്യം നേരം നോക്കുന്ന സ്ഥലം തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഗെയിം കോർണറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇത് കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ പുൽക്കൂട് കണ്ടു വരുന്നവർക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഫുഡ് കോർണറും അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഈ വർഷത്തെ 2024 സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് കൊടുങ്ങ പള്ളിയിലെ മെഗാ പുൽക്കൂടാണ് നമുക്ക് കണ്ടത്. അപ്പോൾ ഇത് ഒരു 6 ദിവസം കൂടി നീണ്ടു നിൽക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കാണാം, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.